എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സ്കോർ അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RRB JEE ഇലക്ട്രോണിക്സിലെ ടെക്നിക്കൽ സബ്ജക്റ്റിന്റെ സ്റ്റഡി പ്ലാൻ ആണ്. ഓൾറെഡി ടെക്നിക്കൽ സബ്ജക്റ്റും നോൺ ടെക്നിക്കൽ സബ്ജക്റ്റും എങ്ങനെ കവർ ചെയ്യണം എന്ന് പറയുന്ന വീഡിയോ, ഇതിഹാസ് മാഷിന്റെ വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇത് വന്ന് കാണാൻ. ഇപ്പോൾ ബേസിക്കലി ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ സൈഡ് മാത്രമാണ്, അതും ഇലക്ട്രോണിക്സിന്റെ. അപ്പോൾ ഇലക്ട്രോണിക്സിൽ നമ്മൾ CBT 2 നോക്കുകയാണെങ്കിൽ, അതായത് CBT 1 കഴിഞ്ഞിട്ട് അത് ക്വാളിഫൈ ചെയ്യണം, എന്നാൽ മാത്രമേ CBT 2 എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ CBT 2 വരുന്ന 5 സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് അകത്ത് തന്നെ നമ്മൾ ടെക്നിക്കൽ എബിലിറ്റീസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സബ്ജക്റ്റിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ സബ്ജക്റ്റിന് എത്ര മാർക്കുണ്ട്? 100 മാർക്കുണ്ട്. അതിനെ ടെക്നിക്കൽ എബിലിറ്റീസ് എന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് 10 മൊഡ്യൂളാണ് ഉള്ളത്. ആ 10 മൊഡ്യൂൾ ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഈ മൊഡ്യൂൾ ഒരു ഇലക്ട്രോണിക് സ്റ്റുഡൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതേ സമയത്ത് ബാക്കി പോർഷൻസ്, അതായത് മാഗ്നറ്റിക് മെറ്റീരിയൽ, സെൽസ് ആൻഡ് ബാറ്ററി, ക്ലീനിങ് ആൻഡ് ജോയിനിങ് മെറ്റീരിയൽസ്, റിലേസ്, സ്വിച്ചസ്, MCB ആൻഡ് കണക്ടേഴ്സ്, ഇത് ശരിക്കും ഒരു ഇലക്ട്രിക്കൽ സ്റ്റുഡൻറ്റ് പഠിക്കുന്ന പോർഷൻസ് ആണ്. അത് നമുക്ക് ഇവിടെ ഈ ഒരു മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഇലക്ട്രോണിക് സ്റ്റുഡൻറ്റ് ആയിരുന്നു എങ്കിൽ എന്താണ് കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് ഇത് പഠിക്കേണ്ടി വരും. പിന്നെ വരുന്നതാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്. ഒരു PSC എക്സാമിനായിരുന്നെങ്കിൽ ഇത് ഇത്രയും സിമ്പിളായിട്ട് വരില്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇതൊരു റെയിൽവേയുടെ RRB JEE എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇലക്ട്രിക്കിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെ ഒരു വേർഷനാണ് ഉള്ളത്. അതായത് ഇവിടെ ഒരു ഇലക്ട്രോണിക് സ്റ്റുഡൻറ്റ് നോക്കുകയാണെങ്കിൽ PN ജംഗ്ഷൻ ഡയോഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഡയോഡ് സർക്യൂട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പിന്നെ BJT ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്, കൂടാതെ ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, മൾട്ടി വൈബ്രേറ്റേഴ്സും റെക്ടിഫയേഴ്സും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കി വരുന്ന പോർഷൻസ്, അതായത് ഇൻവേർട്ടേഴ്സ്, UPS, കൗണ്ടേഴ്സ് വേണമെങ്കിൽ ഡിജിറ്റലി പറയാം, പിന്നെ എന്താണ് ട്രൈഔട്ട് സർക്യൂട്ട്സ്, തൈറിസ്റ്റർ, ഈ പോർഷൻസ് എല്ലാം കുറച്ചും കൂടെ പുതിയതായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇലക്ട്രോണിക് സ്റ്റുഡൻസ് ഇതെല്ലാം ആദ്യമായിട്ട് നോക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും. നോർമലി ഇലക്ട്രോണിക് സബ്ജക്ട്സിൽ ഇത് വരാറില്ല. പിന്നെ വരുന്നതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന സബ്ജക്ട്സ് തന്നെയാണ്. അത് നമ്പർ സിസ്റ്റവും, ബൈനറി കോഡ്സ്, ബൂളിയൻ ആൾജിബ്ര, ലോജിക് ഗേറ്റ്സ്, കോമ്പിനേഷൻ ആൻഡ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്, ADC, DAC, കൗണ്ടേഴ്സ്, പിന്നെ മെമ്മറി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതില്ല, ലോജിക് ഫാമിലീസ് നിങ്ങൾക്ക് പഠിക്കാനില്ല. PSC എക്സാം ആയിരുന്നെങ്കിൽ ലോജിക് ഫാമിലീസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. പിന്നെ വരുന്നതാണ് ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ബേസിക്കലി തന്നെയാണ് ഓപ്പാമ്പ് തന്നെയാണ്, ഓപ്പറേഷൻ ആംപ്ലിഫയർ. അതിൻ്റെ ലീനിയർ ആപ്ലിക്കേഷനും നോൺ ലീനിയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാം പഠിക്കേണ്ടി വരും. പിന്നെ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, ടൈമേഴ്സ് ആൻഡ് ഫേസ് ലോക്ക് ലൂപ്പ്. അപ്പോൾ ഫേസ് ലോക്ക് PLL ആണ് അത്. അപ്പോൾ ബേസിക്കലി അത് കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ. ഇപ്പോൾ ഇവിടെ കവർ ചെയ്യുന്ന 8085 മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളർ ആവുന്ന 8051 നോക്കിയാൽ മതി. പിന്നെ ഇലക്ട്രോണിക് മെഷർമെന്റ്സിലാണ് LCD, LED, പിന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ്, പിന്നെ റേഞ്ച് എക്സ്റ്റൻഷൻ മെത്തേഡ്, പിന്നെ CRO ട്രാൻസ്ഡ്യൂസേഴ്സ് വരുന്നത്. പിന്നെ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇത് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻറ്റിന് മാത്രം മനസ്സിലാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ അത് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഒരു ഓവർവ്യൂ ആണ് വന്നിരിക്കുന്നത്. എല്ലാ പോർഷൻസും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്തെന്ന് അറിയണം, മോഡുലേഷൻ ടെക്നിക്ക് അറിയണം. അപ്പോൾ അതിൻ്റെ അകത്ത് AM മോഡുലേഷനും ഡിജിറ്റൽ മോഡുലേഷനും ഒരുവിധം അറിഞ്ഞിരിക്കണം. പിന്നെ മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്ക്, വേവ് പ്രൊപ്പഗേഷൻ, ട്രാൻസ്മിഷൻ ലൈൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ പബ്ലിക് അഡ്രസ് സിസ്റ്റം, പിന്നെ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച്, പിന്നെ റഡാർ, സെല്ലുലാർ ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം ഓരോ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇൻഡെപ്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒരു ഓവർവ്യൂ വേണം. എഗെയിൻ ഈ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് കഴിയുന്നതും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് നമുക്കത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്താൽ ഇതെല്ലാം എത്രമാത്രം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത വരുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്. ഈ സബ്ജക്റ്റാണ് ഈ പറയുന്ന ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായിട്ട് കുറച്ച് അലൈൻഡ് ആയിട്ട് വരുന്നത്. അവിടെ നെറ്റ്വർക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ ഇവിടെ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടി വരും. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല, ഒരു ഓവർവ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്, നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലും ഇത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഇതിൻ്റെ അകത്ത് CPPയുടെ ഫണ്ടമെന്റൽസ് പഠിക്കണം. പിന്നെ പറയുന്ന ഓരോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റും, ഫംഗ്ഷൻസും, അറേസും, സ്ട്രിങ്സും, പോയിന്റേഴ്സും അറിയണം. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ഈ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. പിന്നെ ഫൈനലി വരുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ
KVLും KCLും സർക്യൂട്ട് ലോസ് എല്ലാം പഠിക്കുന്നത്. അതെല്ലാം ഫണ്ടമെന്റൽസ് ആണ്. ഇപ്പോൾ DC സർക്യൂട്ട്സ്, AC ഫണ്ടമെന്റൽസ്, മാഗ്നറ്റിക് തെർമൽ കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട്, പിന്നെ എർത്തിങ് ഇൻസ്റ്റലേഷൻ, എർത്തിങ് മെയിൻ്റെനൻസ് ആൻഡ് ടെസ്റ്റിംഗ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഇലക്ട്രിക്കൽ പോർഷൻ ആണ്. അതുകൊണ്ടാണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതും കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റാണ് ഇഫ് യു ഡോണ്ട് നോ ദീസ് സബ്ജക്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സബ്ജക്ട്, ഈ 10 മൊഡ്യൂൾ. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് നടത്താം. അതായത് 2025 ഏപ്രിൽ 22-ാം തീയതി ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2, CBT2 എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഷിഫ്റ്റ് 2ന്റെ എക്സാം ക്യാൻസൽ ചെയ്തിട്ട് അതിന്റെ റീ എക്സാം ജൂൺ 4-നാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, മൊഡ്യൂൾ വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചില മൊഡ്യൂളിന് അല്പം വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ ഒന്ന് ആവറേജ് എടുക്കുകയാണെങ്കിൽ, ഓൾമോസ്റ്റ് ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ്, ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് കുറച്ചും കൂടെ വെയിറ്റേജ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലീനിയർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും. ഇനി 2019ന്റെ ഒരു ആവറേജ് എക്സ്പെക്റ്റഡ് റേഞ്ച് നോക്കിയപ്പോൾ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു എല്ലാ സെറ്റിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോൾ കിട്ടിയപ്പോൾ എന്ത് നമുക്ക് തോന്നി, ഈ ആദ്യത്തെ 3 മൊഡ്യൂൾ ഓൾമോസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ റേഞ്ചിലാണ് വരുന്നത്. എബൌട്ട് 10, അതായത് നമുക്ക് 10 മൊഡ്യൂൾ ഉണ്ട്. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വെച്ച് ചോദിക്കാം. പക്ഷേ നമ്മളുടെ സിലബസിൽ അങ്ങനെ ഓരോ മൊഡ്യൂളിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടില്ല. PSC എക്സാമിനായിരുന്നെങ്കിൽ അങ്ങനെ 10 മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മാർക്കിനായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി വരുന്നത്. അപ്പോൾ ഈ പറയുന്ന 10 മൊഡ്യൂളിനെ 4 ഗ്രൂപ്പായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നതാണ് ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽ, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിൻ്റെ അകത്ത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കുറച്ചും കൂടെ എന്താണ് ഫണ്ടമെന്റൽ ആണ്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, പിന്നെ ഇലക്ട്രോണിക് മെഷർമെന്റ്സും. അത് അതേ ഓർഡറിൽ തന്നെ പഠിക്കാം. പിന്നെ വരുന്നതാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളും. അതൊരു ഗ്രൂപ്പാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് വേണം ബാക്കി രണ്ടും പഠിക്കാൻ. പിന്നെ വരുന്ന അവസാനത്തെ 2 മൊഡ്യൂൾ ഒരു ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട്. ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക് ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഇത് രണ്ടും ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. അത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ചെറുതായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻസ്ഡ് വെർഷനേ ഉള്ളൂ. അപ്പോൾ അത് ബേസിക്കലി അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാര്യമായി നോക്കുക. അപ്പോൾ അത് 4ാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്കൊരു പൈ ചാർട്ട് നോക്കുകയാണെങ്കിൽ, അനാലിസിസ് നോക്കുകയാണെങ്കിൽ 32% ഏതിൽ വരുന്നുണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിൽ 30%, മൂന്നാമത്തെ ഗ്രൂപ്പിൽ 21%, ലാസ്റ്റ് ഗ്രൂപ്പ് അതായത് പറയുന്ന ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് 70% വരുന്നുള്ളൂ. ഇത് 2025 അനാലിസിസ് ആണ്. ഇപ്പോൾ 2019 വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെയിറ്റേജ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. മോർ ദാൻ 32% വന്നായിരുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വരുന്ന സ്ഥലത്ത് കുറച്ചും കൂടെ വെയിറ്റേജ് വന്നായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെ ആവണം നിർബന്ധമില്ല. ഓരോ വർഷവും കൂടുന്തോറും വ്യത്യാസങ്ങൾ വരാം. ഇനി ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തിയറിയും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതായത് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, തിയറി അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് അനലൈസ് ചെയ്യണം, ശരിയാണോ അല്ലേ, കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആയിരിക്കും, കുറച്ചും കൂടെ ആയുള്ളൂ. അപ്പോൾ ഒരുപാട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ന്യൂമറിക്കൽ ടൈപ്പ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ടൈം കൺസ്യൂമിങ്, ഇതിൽ ഏത് വേണമെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ 52% ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു, മീൻസ് തിയറി ഓർ കോൺസെപ്ച്വൽ ക്വസ്റ്റൻ ആയിരുന്നു. അതിൽ 18%, അതായത് ഈ പറയുന്ന 52ഉം 18 എന്താണ്, ശരിക്കും രണ്ടും തിയറി ബേസ്ഡ് ആണ്. അതിൽ 18% എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു, അത് വെരിഫൈ ചെയ്യണം തെറ്റാണോ ശരിയാണോ, അതിനാൽ മാത്രമേ നമുക്ക് ആ 18% സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ ടൈപ്പ് ഒരു 13 ഉണ്ടായിരുന്നുള്ളൂ. ഈ കണ്ടീഷൻ വന്നിട്ട് ഇതൊക്കെയാണോ എന്ന് ചോദിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ടൈപ്പാണ്. പിന്നെ പറയുന്ന ന്യൂമറിക്കൽ ഒരു 13% ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മോസ്റ്റ് ലൈക്ലി എന്താണ്, അതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരുന്നു. പിന്നെ വരുന്ന ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഇതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് 4% ഉള്ളൂ. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലോട്ട് കിടക്കാം. ആദ്യം ഫണ്ടമെന്റൽസ് കവർ ചെയ്യണം. അവസാനം ഫണ്ടമെന്റൽസ് കവർ ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോൾ ആദ്യമേ ഫണ്ടമെന്റൽസ് കവർ ചെയ്യുക, അതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാക്കുക. അനലിറ്റിക്കും അതിൻ്റെ ന്യൂമറിക്കൽ അപ്രോച്ചസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്യുക. കാര്യം ഈ RRBJയുടെ എക്സാം എപ്പോഴും തിയറി ആവണമെന്ന് നിർബന്ധമില്ല, സിമ്പിൾ ന്യൂമറിക്കൽസും ചോദിക്കുക. അപ്പോൾ രണ്ടും ഈക്വലി കവർ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. സബ് ടോപ്പിക്സ് എല്ലാം മനസ്സിലാക്കി വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ ഫണ്ടമെന്റൽസ് പക്കയായിട്ട് കവർ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റുള്ളൂ.
കൂടാതെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അത് ഏത് ലെവലും ആയിക്കോട്ടെ, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അത് കേരള PSC ആയിക്കോട്ടെ, RRBJ ആയിക്കോട്ടെ, ഗേറ്റ് ആയിക്കോട്ടെ, ESC ആയിക്കോട്ടെ, അതർ സ്റ്റേറ്റ് PSC ആയിക്കോട്ടെ, കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ അത് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ. കൂടാതെ തന്നെ ഇതെല്ലാം മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ നോട്ട് എന്ന് പറയുന്നത് സാധാരണ നോട്ട് വരും, പിന്നെ ഷോർട്ട് നോട്ട് വരും, പിന്നെ ക്വിക്ക് റിവിഷൻ നോട്ട് വരും. അതിൽ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ സാധാരണ നോട്ടാണ്. അത് നിങ്ങൾ സ്വയം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാതെ വേറെ ആൾ എഴുതിയ നോട്ടിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് വെച്ചിട്ടല്ല നിങ്ങളത് പഠിക്കേണ്ടത്. നിങ്ങൾ സ്വയം എഴുതുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് രജിസ്റ്റേർഡ് ആവും. ഓക്കെ, പിന്നെ നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ വീക്ക് ഏരിയാസിനെ ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. കൂടാതെ തന്നെ ആ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾ റിവിഷൻ നോട്ടും കൂടെ, ഒരു ക്വിക്ക് റിവിഷൻ നോട്ടും കൂടെ തയ്യാറാക്കേണ്ടി വരും. കാര്യം ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോൾ അത് റീകളക്ട് ചെയ്യണം. റീകളക്ട് ചെയ്യാൻ ബെസ്റ്റ് ഏതാ, ക്വിക്ക് റിവിഷൻ നോട്ട്. ക്വിക്ക് റിവിഷൻ നോട്ടിൻ്റെ അകത്ത് ആവശ്യമുള്ള സാധനം മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നിങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വിട്ടുപോയ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. അല്ലെങ്കിൽ ആവശ്യമുള്ള ഔട്ട്ലൈൻ മാത്രമാണ് ക്വിക്ക് റിവിഷൻ നോട്ടിൽ വരുന്നത്. ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയ കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുന്നത്. നോട്ട് എന്ന് പറയുന്നത് സാധാരണ നോട്ടാണ്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് നോട്ടാണ്, പിന്നെയാണ് നിങ്ങളുടെ ഷോർട്ട് നോട്ട്. ഡിപ്പെൻഡിങ് ഓൺ നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഈ പോർഷൻ എനിക്ക് അറിഞ്ഞുകൂടാ, അപ്പോൾ അത് എഴുതി വെക്കണം. എന്നിട്ട് ആ സബ്ജക്റ്റ് മൊത്തമായി കവർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ക്വിക്ക് റിവിഷൻ നോട്ട് തയ്യാറാക്കുക. അതായത് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാൻ, ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയുള്ളതാണ് ഈ ക്വിക്ക് റിവിഷൻ നോട്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നിങ്ങൾ സബ്ജക്റ്റ് ഇപ്പോൾ ഫണ്ടമെന്റൽസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നമുക്ക് പാരലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കോൺസെപ്റ്റുകൾ ആദ്യം ബിൽഡ് ചെയ്യണം. കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് CBT 1 നമ്മൾ ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ CBT 1 ഒരു 120 ഡേയ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 120 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് CBT 2 വരുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് 100 ഡേയ്സിലാണ് നമുക്ക് ടെക്നിക്കൽ നോൺ ടെക്നിക്കലും ഒരുമിച്ച് പഠിക്കേണ്ടത്. അതിൽ ടെക്നിക്കലിൻ്റെ വെയിറ്റേജ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ 10 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ മാത്രം ടെക്നിക്കലിനെ മാറ്റി വെച്ചാൽ മതി. ഇനി CBT 1 കഴിയുമ്പോൾ നമുക്ക് 120 ഡേയ്സ് ഉണ്ട്. അവിടെ നോൺ ടെക്നിക്കലും ടെക്നിക്കലും പഠിക്കണം. ടെക്നിക്കലിന് അവിടെ വെയിറ്റേജ് കൂടുതൽ വേണം, കാരണം 100 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ എഫേർട്ട് എടുത്താണ് ആ നെക്സ്റ്റ് 120 ഡേയ്സിലും നമുക്ക് സബ്ജക്റ്റ് കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന മൊഡ്യൂൾസിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫണ്ടമെന്റൽസ് ആയിട്ട് വരേണ്ടത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സും ബേസിക് ഇലക്ട്രിക്കലും എഞ്ചിനീയറിംഗ് ആണ്. ഈ 2 ടോപ്പിക്സും ആദ്യത്തെ 100 ഡേയ്സിൽ കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാര്യം ഒരുപാടുണ്ട്. ഇത് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസിലോട്ട് നിങ്ങൾക്ക് കടക്കാം. അപ്പോൾ അതാണ് മെയിൻ. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യാതെ കഴിഞ്ഞാൽ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന പോർഷൻസ് കവർ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ലാസ്റ്റ് കവർ ചെയ്യേണ്ടതാണ് നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത് വരുന്നുണ്ട്. ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്ക്. അതിൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരുവിധം കവർ ആവുന്നുണ്ട്. അപ്പോൾ അത് നോൺ ടെക്നിക്കലിൻ്റെ പാർട്ടായിട്ട് ഈ പോർഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. ഇപ്പം നമ്മളുടെ RRBJ ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സിൻ്റെ അകത്തൊരു സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് വീക്ക്ലി ബേസിസിലും ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു വീക്കിൽ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ ടെസ്റ്റ് ഏതൊക്കെയാണ്, ഈ ഒരു ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 100 ഡേയ്സിൻ്റെ പ്ലാൻ പ്രകാരം നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും ഡിജിറ്റൽ ഇലക്ട്രോണിക്സുമാണ്. അപ്പോൾ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആദ്യം തുടങ്ങാം, ഇല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആദ്യം തുടങ്ങാം. അപ്പോൾ രണ്ടും ഏതെങ്കിലും ഒരെണ്ണം തുടങ്ങി പഠിക്കുക. ഇനി പഠിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ പ്ലാൻ പ്രകാരം എന്താണ്, വീക്ക് 1, വീക്ക് 2, വീക്ക് 3 ഉണ്ട്. അതിൻ്റെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ടെസ്റ്റിൻ്റെ കുളത്തിൽ ഏത് ടെസ്റ്റ് ആണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ടെസ്റ്റും വരും, മൊഡ്യൂൾ ടെസ്റ്റ് വരും, സബ്ജക്ട് ടെസ്റ്റ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ എന്താണ് പഠിക്കുന്ന സമയത്താണെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില പോർഷൻസ് എന്താണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ മറന്നുപോയി കാണും. അതിനെല്ലാം ഷോർട്ട് നോട്ട് ആക്കാം. അങ്ങനെ ഒരു ടോപ്പിക്ക് ഒരു മൊഡ്യൂൾ മൊത്തം കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെ പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അതെല്ലാം റീകളക്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ചെറിയൊരു ക്വിക്ക് റിവിഷൻ നോട്ട് തയ്യാറാക്കുക. അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് മിനിറ്റിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി ക്വിക്ക് റിവിഷൻ നോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി മീൻസ് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതനുസരിച്ച് വീണ്ടും എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക. ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇലക്ട്രോണിക് സബ്ജക്ട്സിൻ്റെ എല്ലാ പോർഷൻസും സമയാസമയത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയുള്ള നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ സ്റ്റഡി പ്ലാൻ.